ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 87. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നാട്ടുരാജാവ് എന്ന് പറഞ്ഞു കൊടുത്തൊരു ടാസ്കും, പിന്നെ ഒരുപാട് പേര് കാത്തിരുന്ന പണപ്പെട്ടി ടാസ്കും. അപ്പോൾ പണപ്പെട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു ടാസ്ക് തന്നെയാണ്. എല്ലാ സീസണിലും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പണപ്പെട്ടി ആരെടുക്കും, എത്ര എമൗണ്ട് വരും, ആർക്ക് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത്, അത് ഏത് രീതിയിൽ ആര് എടുത്തിട്ട് പോകുന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് അത്രയും വലിയ ഹൈപ്പിൽ ഒരു സംഭവം കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സായ എടുത്ത് പോയി. ബിഗ് ബോസിന് അത് വെച്ചൊരു പ്രൊമോ വീഡിയോ ഇറക്കാനുള്ള ടൈം പോലും ബിഗ് ബോസിന് സായി കൊടുത്തില്ല എന്ന് തന്നെ പറയണം. കാരണം വളരെ അധികം ഇതിനെപ്പറ്റി അവർ ചർച്ച ചെയ്ത് അങ്ങേയറ്റം എക്സ്ട്രീമിൽ ഇതിനെപ്പറ്റി ബോറടിപ്പിച്ച് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു പണപ്പെട്ടി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. കാരണം സായിക്കാണെങ്കിലും സിജോക്കാണെങ്കിലും ഋഷിക്കാണെങ്കിലും ഒരുപാട് പേർക്ക് ഈ പണപ്പെട്ടിയെ പറ്റി തന്നെയുള്ള ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സായി പണപ്പെട്ടി എടുത്തിട്ട് പോയത് രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു പണപ്പെട്ടി വെക്കലും എടുത്തിട്ട് പോലെ ഒരുമിച്ചായിരുന്നു. സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമൊക്കെ വരെ ഒരു ലൈവിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എത്തിക്കാണ്ടാണ് എഡിറ്റർമാർ സംഭവം കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്നത്തെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇത് കാണിക്കേണ്ടി വന്നു. കാരണം അത്രയും പോലും സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ സായി പെട്ടിയെടുത്ത് പോയതിന് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. കുറേ പേര് പറയുന്നു നല്ല തീരുമാനം, ബുദ്ധിപരമായ നീക്കം കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ പേര് പറയുന്നു നന്ദനയ്ക്ക് വീടുണ്ടാക്കാൻ, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ന്യായീകരണം ആയിട്ടുള്ളൊരു, അതായത് ഒരു വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് പണപ്പെട്ടി എടുത്ത് പോയതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബിഗ് ബോസിൻ്റെ സീസൺ 6 ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകി അകത്തോട്ട് പോയൊരു കണ്ടസ്റ്റൻ്റാണ് സീക്രട്ട് ഏജൻറ്റ്. കാരണം സീക്രട്ട് ഏജൻറ്റ് സായി എന്നുള്ളൊരു വ്യക്തി പുറത്ത് വളരെയധികം കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് അത്ര രീതിയിൽ ഹൈപ്പ്, അതായത് കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽമാർക്കെതിരെ ആണെങ്കിലും റോബിനെതിരെ ആണെങ്കിലും ഒരുപാട് ബിഗ് ബോസിലെ മെയിൻ റിവ്യൂവർ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ പുറത്തിരുന്ന് ഓരോ ഗെയിമിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം പുള്ളിയുടെ അനാലിസിസും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സായി അകത്തോട്ട് പോകുമ്പോൾ. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് കൊണ്ടുവരും, ഒരുപാട് കാര്യങ്ങൾ മൈൻഡ് ഗെയിം കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ അകത്തോട്ട് നമ്മൾ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്രയും പ്രതീക്ഷ വെച്ചൊരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ അകത്ത് പോയിട്ട് ഒരു വാഴ ആയി മാറുന്നൊരു സിറ്റുവേഷനാണ്. സ്വന്തം ഭാര്യ സ്വന്തം യൂട്യൂബ് ചാനലിൽ ട്രോളുന്ന ഒരവസ്ഥയിലുണ്ട്. ഒരു കർമ്മ എന്നൊക്കെ പറയില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ട്രോളി വിട്ടിരുന്ന സ്വന്തം ചാനലിൽ സ്വന്തം ഭാര്യ വന്നിരുന്ന് പുള്ളിക്കാരൻ്റെ കുറ്റം തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. ആ ഒരു ലെവലിൽ പുള്ളി അതിൻ്റെ അകത്ത് തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു ഗെയിമായിട്ടായിരുന്നു. പുള്ളിക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ നല്ല നല്ല എൻജോയ് ചെയ്ത് വരുന്ന മൂഡ് കളയുന്നൊരു ടൈപ്പ് ഗെയിം പ്ലേ ആയിരുന്നു സായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാരണം സായി ചില നേരത്തെ ഒരു നന്മവരം കളിക്കലൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ ഫണ്ണാക്കി പോകുന്ന കാര്യങ്ങൾ അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നന്മവരം കളിച്ച് അങ്ങനെ ചെയ്യരുത് അത് ചെയ്യരുത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മൂഡ് സ്പോയിൽ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് സായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സായി പല സിറ്റുവേഷനിലും ഒരു ഗെയിമറായിട്ടല്ല നിന്നത്, അതിൻ്റെ അകത്തൊരു മനുഷ്യനായിട്ട് നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പുള്ളിക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് വിചാരിച്ച പോലെ നടന്നില്ല, കാര്യങ്ങൾ നടന്നില്ല. ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിൽ എല്ലാവരും കൂടി പുള്ളിയെ 8 മടക്കി മൂലക്കിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. ചെന്ന് വളരെ കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ പുള്ളിയുടെ ഗെയിമുകൾ കംപ്ലീറ്റ് തീർന്നു. കാരണം പുള്ളിക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. പുള്ളി പുറത്തിരുന്ന് പറയുന്ന പോലെ അല്ല അകത്തിറങ്ങി കളിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും എപ്പിസോഡുകൾ അതിൻ്റെ അകത്ത് നിന്നു എന്നല്ലാണ്ട് വേറെ കാര്യമായ ഒരു കണ്ടന്റ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പണപ്പെട്ടി എടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, അതായത് അതൊരു വല്ലാത്തൊരു ചലഞ്ച് തന്നെയാണ് ഈ പണപ്പെട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ. കാരണം അത് ഇത്രയും നാൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്ത് ഇത്രയും നാൾ നമ്മൾ വോട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് എത്തിച്ച് ആ ഒരു പൊസിഷനിൽ എത്തിക്കുമ്പോൾ കുറച്ച് പൈസ കാണിക്കുമ്പോൾ ഇത്രയും നാൾ വോട്ട് ചെയ്ത ആളുകളെല്ലാം പുച്ഛിച്ചിട്ട് ആ പണം എടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അതാണ്. അവർക്ക് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് നമ്മൾ വോട്ട് കൊടുക്കുമ്പോൾ അവർ പണപ്പെട്ടി എടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ചല്ല നമ്മൾ വോട്ട് കൊടുക്കുന്നത്, അവർ വിന്നറാവണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പണപ്പെട്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തവരെ പൊട്ടന്മാരാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. പലരും വളരെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം അവർ പണപ്പെട്ടി എടുത്ത്, കാരണം നമ്മൾക്കറിയാം ഒരു വിന്നർ മെറ്റീരിയൽ അല്ല എങ്കിൽ പിന്നെ പണപ്പെട്ടി എടുത്തിട്ട് പോകുന്നതന്നെയാണ് നല്ലത് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ പല കണ്ടസ്റ്റന്റുകൾ ആ ഒരു സാഹചര്യത്തിലാണ് സായി ഒരുപാട് തവണ പറഞ്ഞു എനിക്ക് ആ പൈസ കിട്ടിയിട്ട് ആവശ്യമില്ല, എനിക്ക് ആ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാൾ. ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നന്ദനക്ക് വീട് വെച്ച് കൊടുക്കാനാണ്. പക്ഷേ സായി ആ പൈസ എടുത്ത് പൈസ ആവശ്യമുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പൈസക്ക് ആവശ്യമായിരുന്നെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് ഒരു വലിയ എമൗണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ സായി അവിടെ വെയിറ്റ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഋഷി പെട്ടി എടുക്കും എന്നുള്ളൊരു സിറ്റുവേഷനോട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഋഷി ആ വിഷയം കൂടി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അത് കൂടുതൽ ഓവറായി ഇനി നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഋഷി കയറി അതിൽ കൈവെക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളിക്ക് എന്തായാലും അവിടെ പെട്ടിയെടുത്ത് ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം എലിമിനേറ്റ് ആയി പോയി എന്നുള്ളൊരു പേര് പുള്ളിക്ക് വരരുത്.
കാരണം പുള്ളിക്കറിയാം പുള്ളി ആദ്യം നടന്നിട്ട് പോകില്ല എന്നുള്ളത്. എന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ എത്തി. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാൽ മാസമായിട്ട് ഇറങ്ങാം, പുറത്തിറങ്ങി കുറേ വെളുപ്പിക്കൽ നടത്താനായിട്ട് ഇതൊരു കാര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് പറയാമല്ലോ, ഞാൻ അവിടെ നിന്ന് എലിമിനേറ്റ് ആയതല്ല, ഞാൻ അവിടെ നിന്ന് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഞാനവിടെ എന്നിൻ്റെ ഉള്ളിൽ സായി കൃഷ്ണയെ കണ്ടെത്താൻ പോയതാണ്. അതിന് നല്ല പോലെ ധ്യാനത്തിനും പോയാൽ പോരുന്നത്. ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടാണ് സായി കൃഷ്ണയെ കണ്ടെത്തേണ്ടത്. എനിക്ക് ഏതാ മനസ്സിലാവുന്നത്, സായി കൃഷ്ണയെ കണ്ടെത്താനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമേ അല്ല അത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ പഴയ ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വന്നതൊക്കെ പറയുന്നതൊക്കെ വേറെ നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം സായി കൃഷ്ണ എന്നൊരു സീക്രട്ട് ഏജന്റ് ഇനി പുറത്തിറങ്ങിയിട്ട് വരുന്ന നന്മമാരായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം, പുള്ളി അതിൻ്റെ അകത്ത് വന്നിട്ട് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ക്യാരക്ടർ കണ്ടെത്തി എന്നൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അത് പുറത്തിറങ്ങി തെളിയിക്കണം. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേറ്റായി പോയി എന്നുള്ളൊരു ചീത്തപ്പേരും കൂടി വേണ്ട, മാസമായിട്ട് ഇറങ്ങിപ്പോയി. ആ ഒരു ആപ്പിളൊക്കെ കടിച്ചു പിടിച്ച് സ്ലോ മോഷനിലൊക്കെ നടന്നു വന്ന് പുള്ളിയുടെ വിചാരം പുറത്ത് മാസ് BGM ഒക്കെ ഇട്ട് ഇപ്പോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു വിചാരത്തിലായിരിക്കും അവർ കാണിച്ചത്. കാരണം കഴിഞ്ഞ മുൻ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ ആപ്പിൾ കടിച്ച് മാസ് കാണിച്ച സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സംഭവം പിടിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ന്യായീകരണമാണ് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം. അതായത് എലിമിനേറ്റ് പ്രേക്ഷകർ വോട്ട് തരാണ്ട് പുറത്താക്കി എന്നുള്ളൊരു ചീത്തപ്പേര് വേണ്ട, ഞാനായിട്ട് സ്വയം ഇറങ്ങിപ്പോയി എന്ന് പറയാൻ. അതായത് ഋഷി പെട്ടിയെടുക്കുന്നതിന് മുന്നേ കയറി ചാടി കയറി പെട്ടിയെടുത്തു, അത്രേ ഉള്ളൂ സംഭവം. അല്ലാണ്ട് പുള്ളിക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി, നിലനിൽപ്പില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അത് ഇറങ്ങിപ്പോയതാണ്. അത് അതിൻ്റെ അകത്ത് ജാസ്മിൻ ആയാലും നോറ ആയാലും ജിൻഡോ ആയാലും എല്ലാവരും ആ ഒരു കാര്യം ഓപ്പണായിട്ട് ഇന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പുള്ളി മാസം കാണിക്കാൻ നോക്കിയതാണ്, പക്ഷേ ശശിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് വിടാം. പിന്നെ നമുക്ക് ഇന്നത്തെ ടാസ്കിലോട്ട് വരികയാണെങ്കിൽ നാട്ടുരാജാവ് എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അപ്പോൾ ടാസ്ക് ലൈവിൽ നല്ല രീതിയിൽ ബോറായിരുന്നു, കാരണം അത്യാവശ്യം ലാഗും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യം തന്നെ സായി ആണ് ഇതിൽ രാജാവായി കയറിയത്. അപ്പോൾ നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു. സായി എന്ത് കാര്യം ചെയ്താലും ലാഗാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ആദ്യം തന്നെ സായിയെ രാജാവായി വെച്ചിട്ട് പിന്നെ പക്ഷേ എപ്പിസോഡിലോട്ട് വന്നപ്പോൾ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ നല്ലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നോറയുടെ കാര്യമാണ്. ഒരു ടാസ്കിനെ ടാസ്ക്കായിട്ട് എടുക്കാണ്ട് എല്ലാം ഇതുപോലെ പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല രീതിയിൽ ഫണ്ണായിട്ട് പോകേണ്ട പല സിറ്റുവേഷൻസും ഈ നോറ കൊണ്ട് നശിപ്പിച്ച് കളയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അഭിഷേകം എന്തോ താക്കോല് പിടിച്ച് വാങ്ങിച്ചെന്ന് അതിൻ്റെ പേരിൽ അവിടെ നശിപ്പിച്ച് കളയണം. പക്ഷേ ജാസ്മിന് അവരൊക്കെ കുറച്ച് നേരം അതിൻ്റെ പുറകെ പോയെങ്കിലും പിന്നീട് ലൈവിൽ എന്ന് പറഞ്ഞാൽ നോറ ഒറ്റക്കായിരുന്നു, ഒരു മൂലക്ക് പോയി കിടന്നത്. അതായത് ഒരു മൂഡ് സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ടാസ്ക്കായിട്ട് എടുക്കണ്ടേ. ഇതിൽ ടാസ്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരരുത്. ഇത് ബിഗ് ബോസ് ആണ്, ഇതിൻ്റെ അകത്ത് ടാസ്കുകൾ ഉണ്ടാവും, അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതെല്ലാം നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് വന്നാൽ പോരെ. ഇത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കിടന്ന് കരയാൻ നിലവിളിക്കുക, ബാക്കിയുള്ളവരുടെ മൂടും കൂടി കളയുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് നോറയുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ പലരെയും പിടിച്ച് അതിൻ്റെ അകത്ത് അവരെല്ലാവരും ഇപ്പോൾ ശ്രീധുവിനായാലും ജാസ്മിനായാലും ഇവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ചാണ് ജയിലിലൊക്കെ പോട്ടിയിടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. അവരെന്തുകൊണ്ട് ആ ഒരു കാര്യം നോറയിലോട്ട് പോയില്ല, നോറയെ അതുപോലെ പിടിച്ച് ജയിലിലോട്ട് വിടാൻ ആ സമയത്ത് പോയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു തന്നെ നോറയുടെ റിയാക്ഷൻ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നോറ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നോറയെ അവരിതുപോലെ ജയിലിൽ അടയ്ക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരാൻ ഈ ജാസ്മിനെയും ശ്രീധുവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന പോലെ നോറയാണ് വിളിച്ചുകൊണ്ട് വരാനായിരിക്കും ഇന്ന് അവിടെ പൊട്ടിത്തെറിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വെറുതെ വായിട്ട് അലക്കുന്ന എല്ലാ ബിഗ് ബോസ് എന്നുള്ളതിന് ഏറ്റവും വലിയ പ്രൂഫാണ് ഇതുപോലെ നോറ, ജാസ്മിൻ ഇതൊക്കെ. ഇപ്പോൾ ജാസ്മിൻ ഭയങ്കര മാസ് സംസാരമാണ്, സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ജാസ്മിനോട് പറ്റി പറയാറുണ്ട്. ജാസ്മിൻ മാസാണ്, ജാസ്മിൻ ഫാൻസ് പറയുന്നതാണ് ജാസ്മിനെ സംസാരിച്ച് തോൽപ്പിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ജിൻഡോൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്, ജിൻഡോക്ക് സംസാരിക്കാൻ അറിയില്ലാന്ന്. അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ, കണ്ണാടി നോക്കി മോട്ടിവേറ്റ് ചെയ്യുന്നത്. ജിൻഡോ കയറി പൂണ്ടുകളെയാടിയ ഒരു സംഭവം വരുന്നത് ജിൻഡോൻ്റെ ഒരു മോട്ടിവേഷൻ. ജിൻഡോന് മാത്രമല്ല കണ്ടിരുന്ന പ്രേക്ഷകരെയും കൂടി മോട്ടിവേറ്റ് ചെയ്ത സംഭവം വരുന്നത്. അപ്പോൾ അതേ സംഭവം ജാസ്മിന് കൊടുത്തപ്പോൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പെട്ടെന്ന് ബബ്ബ അടിക്കുന്ന സിറ്റുവേഷനാണ്, ഒന്നും പറയാനില്ല ജാസ്മിന്. ഇത്രയും വാദോരാതെ സംസാരിക്കും. ആരെങ്കിലുമൊക്കെ മെക്കിട്ട് കയറുമ്പോൾ ചൊറിയാൻ പോകുമ്പോഴൊക്കെ മാത്രമേ ജാസ്മിന് വായിൽ നാക്ക് വറയ്ക്കുള്ളൂ എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അത് ഒരു ടാസ്ക് കൊടുത്ത് അവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല, അവിടെ കിടന്ന് മെഴുകുമായിരുന്നു തന്നെ പറയണം. അത് എഡിറ്റ് ചെയ്ത് ലൈവിൽ നടന്ന അത്രയും ലാഗ് പിടിച്ച സംഭവം എഡിറ്റ് ചെയ്ത് എപ്പിസോഡിൽ കാണിക്കാൻ പെട്ടവരുടെ പാട് എന്തായാലും അംഗീകരിച്ച് കൊടുക്കണം. അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാവും എഡിറ്റ് ചെയ്യാനായിട്ട്, അത്രയും ബോറായിരുന്നു. അങ്ങനെയുള്ള അത് ഇനി ആ ഹൗസിൽ ആര് വന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി മോട്ടിവേഷൻ്റെ പീക്ക് ലെവലിൽ എത്തിച്ചു വെച്ചിരിക്കുകയാണ് ജിൻഡോ. അപ്പോൾ ജിൻഡോൻ്റെ ആ ഒരു സ്കെയിൽ ബ്രേക്ക് ചെയ്ത് ആരെങ്കിലും കയറി വന്നാൽ മാത്രമേ അതിനേക്കാൾ ടോപ്പിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ജാസ്മിനൊക്കെ പരാജയപ്പെട്ട സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപാട് പേര് എല്ലാവർക്കും ഓരോരുത്തരും ഇഷ്ടപ്പെടാം. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടാം, ജിൻഡോനെ ഇഷ്ടപ്പെടുന്നവർക്ക് ജിൻഡോനെ ഇഷ്ടപ്പെടാം, അഭിഷേകിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ ഇഷ്ടപ്പെടാം. പക്ഷേ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ബോസ് ആണ്. അതിൻ്റെ അകത്ത് അവരെന്ത് കണ്ടന്റാണ് നമുക്ക് തരുന്നത്, അവരുടെ നിലപാടുകൾ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ഒരു പ്ലെയറെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി മാറുമെന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇതൊരു TV ഷോ ആണ്.
അവർ അതിൽ നിന്ന് കളിയും കഴിഞ്ഞ് പോയി അവർക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പുറത്തിരുന്ന് തർക്കിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൈഫും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി ബിഗ് ബോസ് അല്ല നമ്മുടെ ലൈഫ് എന്നുള്ളൊരു കാര്യം. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് അത് അതിൻ്റെ ആ ഒരു രീതിയിൽ എടുക്കുക. പക്ഷേ ചിലരൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇത്രയ്ക്ക് പേഴ്സണലാക്കി എടുക്കണ്ട. ഇതൊരു ഷോ, നമ്മളത് കാണുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അത് അവിടെ ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് മൂവ് ഓൺ ചെയ്യാന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. എന്തായാലും നാളത്തെ ടാസ്കിൽ ജിൻഡോ രാജാവും നമ്മുടെ ജാസ്മിൻ രാജ്ഞിയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടന്റ് എന്തായാലും ഉണ്ടെന്നാണ് പ്രൊമോ കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിനായിട്ട് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.